is a dirty business. ഇത് തള്ളാണ്, കാണാത്ത തള്ളു. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് മീ. വൃത്തികെട്ടവൻ. നത്തിങ്. വാണിങ്. എന്ന് വെച്ചാൽ നീ ഭയങ്കര ഓവറാന്ന്. ആണോ? ആ. എടാ സുധി, നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, അവൻ പറയട്ടെ. എന്ത് ശൂന്യതയാടാ അവൻ. പ്രകാശ, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സുധിയാണ് ഇടയ്ക്ക് കയറി കുരുപൊട്ടിച്ചത്. നീ പറഞ്ഞ കാര്യം ബാക്കി പറയാനുള്ള മൂഡ് പോടാ. എനിക്ക് ഈ പ്രകാശം പറയുന്നതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. നീ അവൻ്റെ കൂടെ കൂടിയാ? നീ കൂടെ എന്നെ നെഞ്ചത്തോട്ട് കയറാ. എന്തേ നീ അന്ന് സണ്ണി ലീവനെ കാണാൻ എറണാകുളത്ത് പോകുന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് പശുവിനെ കുത്തിവെപ്പിക്കാൻ മൃഗാശുപത്രി പോയേക്കുവായിരുന്നാണല്ലോ നിന്റെ അമ്മ പറഞ്ഞത്. അപ്പൊ തള്ളേ എൻ്റെ ഇവിടെ കയറാൻ തുടങ്ങിയ. ഡാ, എല്ലാരും ഒന്നും മിണ്ടാണ്ടിരുന്നടാ. ഇവനൊരു കാര്യം പറഞ്ഞാലേ മൊത്തം പറഞ്ഞു തീർക്കട്ടെ. എടാ പ്രകാശ, ബാക്കി പറഞ്ഞേ. പറയടാ. സംതിങ്. നമ്മുടെ കുമ്പാരിയില്ലേ? ഏത് ചെകുത്താൻ കുമ്പാരിയാ? എന്താടാ അങ്ങനെ നിനക്കെങ്ങനെയാടാ പരിചയം? നീ ലോകത്തോലിയാട്ടോ. എടാ എൻ്റെ ശശിയമ്മാവൻ പാലാരി വട്ടത്തെ മെയിൻ ഗുണ്ട കുമ്പാരിയുടെ ആബി ദോസ്ത്. ഇങ്ങനെ നടക്കട പന്നി ഇങ്ങോട്ട്. ഏതാടാ ഈ മരപ്പട്ടി മോറൻ? കുമ്പാരിവന്റെ മുഖത്താട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്ത്? ആ നാറിയില്ലേ എന്റെ പെങ്ങളെയും കൊണ്ട് മുങ്ങിയ ഓട്ടോക്കാരൻ? ആ പന്നി അവന്റെ വിത്താണിത്. ഈ മുതൽ എന്തിനാണ് ഇങ്ങാട്ട് കെട്ടിയെടുത്തേക്കണ? എന്റെ ഒരു നേർച്ചയാണ് പോയി ഇവനെ കൊണ്ടാക്കണം എന്നുള്ളത്. കാണണ പോലെ അല്ലട്ടാ ഈ മുതല്. വീട്ടിലോ അയൽവക്കത്തോ അടുത്ത കടയിലോ പണം ഇരിക്കണത് കാണാൻ മേല. അതെല്ലാം അവന്റെ ആണെന്നാണ് അവന്റെ വിചാരം. ഭയങ്കര അടിച്ചു മാറ്റി ഈ പന്നി. അന്തോണീസ് പുണ്യാളന്റെ കുരിശുപള്ളിയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതിന് വിശ്വാസികളുടെ എന്തോരം ഇടികൊണ്ടിട്ടുണ്ടെന്നറിയാമോ ഈ പന്നി? അതിന്റെ എന്തെങ്കിലും അഹങ്കാരമുണ്ട് അവന്റെ മുഖത്ത്. ഇടിലൻ ടീമാണപ്പാ ശരിക്കും. എന്താടാ നിന്റെ പേര്? പ്രകാശം കേസി. ഇന്നു മുതൽ നീ വെറും പ്രകാശനല്ല, അമ്മിട്ട് പ്രകാശ്. എടാ കുഞ്ഞാറ്, ഓ ഒരു തുരുമ്പ് പിടിച്ച് വടിവാളെടുത്തിട്ടേ ഇവന്റെ നെറ്റിക്കെട്ടെന്ന് പോറിയടാ. പടം എന്താണേ നന്നാട്ടാ. അല്ല പിന്നെ നമുക്കൊരു വഴി കാണിച്ചു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. നോക്കി നിൽക്കാത്ത കാലിട്ട് വീടാ അനുഗ്രഹം എങ്ങനെ ഉണ്ടാ? നീ പറയണ പോലെ വിശ്വസിക്കാൻ അവരെ പോലെ പൊട്ടനല്ല ഞങ്ങള്. ഇമ്പോസിബിൾ. എന്റെ അമ്മച്ചാണ് സത്യം. ശരിയായിരിക്കും. എടാ സുധി, ശരിയാടാ. അല്ലെങ്കിൽ അവൻ അമ്മേനാണായിട്ട് സത്യം ചെയ്യൂ. എടാ പ്രകാശ, നീ ബാക്കി പറഞ്ഞേ. ഈ ബൂസ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മളൊന്നും കരുതുന്ന പോലെ അല്ലാട്ടാ. ബൂസ്റ്റ്, ചക്കിപ്പൂട, സാമി, മാശാരി, കഞ്ചാവ്, അങ്ങനെ എന്തെല്ലാം പേരുകൾ. കുമ്പാരി ഉള്ളം കയ്യിലേക്ക് സാധനം എടുത്തിട്ട് പെരുവേരിലുകൊണ്ട് ഇങ്ങനെ ഞെരടും കുറേ നേരം. പിന്നെ ചുക്കുകളഞ്ഞ പീടിയിലേക്ക് ഇങ്ങനെ തീർത്ത് കെട്ടും. പിന്നെ കഞ്ചാവ് പീടി ഇങ്ങനെ ചുണ്ടത്തേക്ക് വെച്ചിട്ട് കുമ്പാരി അതിന് തീ കൊടുത്തു. ആഹാ.
പിടിച്ചോടാ. ഏ വേണ്ട. വലിക്കടാ. പിടിയടാ. എന്താണ് മടി? അങ്ങനെ ആ ചാമ്പടാ. ഓക്കെ ഓക്കെ. വലിയടാ. അങ്ങനെ വലി. എങ്ങനെയുണ്ട്? തന്നന്നെ തന്നന്നെ താന തന്നന്നെ 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 താനന തന്നന്നെ തന്നന്നെ താന തന്നന്നെ 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 താനന. കുമാരി എന്താടാ ഓക്കെ? പറക്കാൻ തോന്നി. ഈ പറക്കണ പന്നീനുണ്ടല്ല വെടി വെച്ച് ഞാൻ താടും. എടാ പ്രകാശ, നീ പറയുന്ന കേട്ടാ ഞാൻ സുധീനെ കബൂറാക്കിയത്. നീ പറയുന്നത് സത്യമാണ്. നീ ശരിക്കും കുമ്പാരിയെ കണ്ടായിരുന്നു? എടാ ബാലു, ഞാൻ എന്തും ക്ഷമിക്കും. പക്ഷെ എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താലുണ്ടല്ലോ. അല്ല, വിശ്വാസക്കുറവുണ്ടായിട്ടൊന്നുമല്ല. എന്നാലും കുമ്പാരിയായിട്ടെന്നൊക്കെ പറയുമ്പോൾ നീ പ്രകാശ, നീ ശരിക്കും സത്യമാണോ പറയുന്നത്? എടാ, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ മട്ടാഞ്ചേരിയിലെ ഡെഡ്ലി സാഹിബിൻ്റെ ബംഗ്ലാവിലേക്ക് അല്ലേ? എവിടെ? ഒരു പ്രാവശ്യം പറയാൻ പറ്റത്തുള്ളൂ. നീ ആ ബംഗ്ലാവിലേക്ക് എന്നൊന്ന് ചോദിക്കും. ചെകുത്തങ്കുമ്പാരോട് ചോദിക്കും. ഗുണ്ടാ ശശിയുടെ മരുമോൻ പ്രകാശനെ അറിയാമെന്ന് ചോദിക്കും. ഏയ്, ഞാൻ പോണൊന്നുമില്ല. അതെന്താ? എനിക്ക് പേടിയാണ്. ആ എന്നാ നടക്ക്. എടാ പ്രകാശ, നീ ശരിക്കും പറഞ്ഞായിരുന്നു? പറന്നോന്നാ, നല്ല കിടുക്കനായിട്ട് പറന്നു. ഒരന്നേരം പറക്കല്. പിന്നെ എടാ ബാലു, എടാ കഞ്ഞുടി. നല്ല ബെസ്റ്റ് ചാൻസാ, വേറെ ആരുമില്ല. നീ പോയി പറഞ്ഞു. നീ പോയി പറയടാ. ഊള. നീ ഇനി ഇവിടെ എന്നാ നോക്കി നിൽക്കുക? എടാ, നീ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നോട് പറഞ്ഞാണ് ഈ പാണ്ടിപ്പെണ്ണിന് ഇഷ്ടമാണ്. പാണ്ടിപ്പെണ്ണല്ല, കനിമൊഴി. എന്നാ മൊഴിയെങ്കിലും ആട്ടോ. എടാ, നീ 9ാം ക്ലാസ്സിൽ 2 കൊല്ലം തോറ്റ് പഠിത്തം നിർത്തിയിട്ട് ഇപ്പം 3 കൊല്ലം കഴിഞ്ഞ്. അതിൻ്റെ ഇടയ്ക്ക് നീ ആ പാണ്ടിപ്പെണ്ണിനെ കുറിച്ച് പറയാത്ത ഒറ്റ ദിവസം ഉണ്ടോ? എനിക്കവളെ അത്ര ഇഷ്ടമായതുകൊണ്ടല്ലോ. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എടി, എത്ര ചാൻസാണ് കിട്ടിയത്? നീ പറഞ്ഞ പ്രകാശ്, അവളെങ്ങനെ ഇനി ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ തീർന്നു. അതുകൊണ്ടാ. ഓ, ദാറ്റ്സ് എ വൺ വേ ട്രാഫിക്. ഐ നോ ദാറ്റ്. എടാ മതിട്ടാ, തെറുത്തത് ഒറ്റയ്ക്ക് വിളിച്ചു തീർക്കാൻ പോവാണ്. ഓ, നീ എന്താടാ പറക്കാൻ പോവാണ്? പറപ്പിക്കാൻ പോണേണ്. ആരെ? ദാ അവളെ. ഡീ കനിമൊഴി, ഉന്നത്താണ്ടി എന്നടി തിമിര്. തമിഴാ? ഇവനിത് കുളവാക്കൂ. അതെ, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചതാ എനിക്ക് നിന്നെ ഇഷ്ടമാ. ഐ ലവ് യു. പുരിഞ്ച ഉന്മേലെ എനിക്ക് കാതൽ. ഞാൻ കേരള, നീ തമിഴ്നാട്. ആ കാരണം എങ്ങാനും പറഞ്ഞ എന്നെ വേണ്ടെന്ന് വെച്ചാ നിന്നെ തല്ലിക്കൊന്ന് ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയിടും. പെണ്ണ് കേസിൽ മാത്രമേ പെടാത്തുള്ളൂ. ഓ, നീ അതിലും പെടുത്തു ഇവൻ. കുറെ നാളായി ഇതിന്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. എന്തടി നോക്കണേ? പോടി പോടി.
എടാ പ്രകാശ, അവള് ചിരിച്ചടാ. എന്താടാ? അവള് ചിരിച്ചെന്ന്. ആര്? കനിമൊഴി. എപ്പാ? ദേ ഇപ്പൊ. നിനക്ക് പ്രാന്തായ? ഞാൻ സ്വപ്നം കണ്ടടാ. എന്ത് സ്വപ്നം? മറ്റേ സാധനം അടിക്കുന്നത്. അടിക്കണതിന് മുമ്പേ ഇങ്ങനെയാണെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ലെവലായിരിക്കൂടാ നീ. സാധനം കിട്ടാൻ വഴിയുണ്ട്. ബട്ട് ഐ ആം നോട്ട് ഹെൽപ്ഡ്. നിൻ്റെ കയ്യിൽ ഒരു 500 റുപ്പീസ് എടുക്കണട്ടാ. 500 റുപ്പീസ് ഒപ്പിക്കാം. ഒപ്പിക്കാം. എന്നാ അടക്ക്. ആ വന്നോ? എന്റെ തലവിധി, ഈ നരകത്തിൽ നിന്ന് ചത്ത് കിട്ടിയാ മതി. കൊണ്ടവന്റെ വിഴുപ്പും എച്ചില് പാത്രം കഴുകി കിട്ടണത് കൊണ്ടാ ഈ വെച്ച് വിളിപ്പി തരണത്. രാവിലെ പോകുമ്പോ പൈപ്പിൽ നിന്ന് 2 കൂടെ വെള്ളം എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ട് നീ ചെയ്തല്ലോ. ഞാൻ മറന്നുപോയി അമ്മ. നീ മറക്കും. നിനക്ക് 4 നേരം കൈ കഴുകി വന്നിരുന്ന് തിന്നാ മതിയല്ലോ. അമ്മ, വെള്ളം ഞാൻ നാളെ എടുത്തു തരാം. വേണ്ട, ഞാൻ എടുത്തോളാം. കച്ചവടം മുറ്റാണല്ലോ ജെയിംസേ. അങ്ങനെയൊക്കെ അങ്ങ് പോണു താത്തി. ലോറൻസിന്റെ കയ്യിൽ നിന്ന് നീ ചരക്കിറക്കിന്ന് കേട്ടല്ല. പിഴച്ചു പോട്ടെ താത്തി. അവൻ പോലീസിന്റെ സ്ഥിരം നോട്ടപ്പുള്ളിയാ. അപ്പ ബാക്കി നിക്കണതും കൂട്ടി 6000 കേട്ടല്ല. ഇപ്പൊ ഒരു 3000 ഉണ്ട്. ബാക്കി പിന്നെ 6ആം പറപ്പ് കാണിക്കാതെ പൈസ എടുക്ക ജെയിംസേ. കച്ചവടത്തിന്റെ ലാഭം കൊണ്ട് ഹൈവേയുടെ ഫ്രണ്ടിൽ സ്ഥലം മേടിച്ചതൊക്കെ അറിഞ്ഞട്ടാ. എന്താണ് മോളിത്താത്തി, സുഖമാണാ? എനിക്കെന്ത് സുഖം, സുഖമൊക്കെ നിനക്കല്ലേ. രാജക്കാട്ടും ചരക്കുന്ന കാര്യമേ കാക്കസാബ് പറഞ്ഞാർന്ന്. നീലച്ചടേനല്ലേ എടുക്കിങ്ങാട്ടെ. ഏതാടാ ഈ വധൂരി? എന്താന്ന്? സൂക്ഷിക്കണോട്ടാ, മോളിത്താത്തി സൂക്ഷിച്ചാ മതി. കുമ്പാരി, ഒരു ചക്കനോടെ കുറച്ച് പതുങ്ങി നിക്കണുണ്ടല്ലോ. ഇങ്ങോട്ട് വേടാ. ഏതാടാ നീ? എന്താണ്ടാ കുറച്ച് നേരായാലും നീ ഇവിടെ കിടന്ന് പരുങ്ങണത്? എന്താടാ കാര്യം പറയടാ. കാര്യം പറയടാ. പോലീസ് വിട്ടാടാ പന്നി. ഞാൻ കുമ്പാരി. കുമ്പാരി? ഞാൻ കുമ്പാരിനെ അറിയും. എനിക്കൊരു പൊതി വേണം. നോണ പറഞ്ഞ പന്നി, നീ മേടിക്കോട്ടാ. ആ സൈമ, ഒറ്റല്ല കുമ്പാരി. ഓ ഓക്കേ. നിനക്കൊക്കെ തമാശ. അപ്പോ ഓടിയില്ലായിരുന്നുണ്ടല്ലോ. ആ പെണ്ണും പിള്ളയും കൊണ്ടേ കൂടി ചേർന്ന് എന്റെ പരിപ്പളക്കിയാനെ. എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ. എടന്നാറി, നീ മിണ്ടരുത്. എന്താടാ? എടാ ബാലു, നീ അല്ലേ ഈ പ്രകാശം പറഞ്ഞ വിശ്വസിച്ച് കൊണ്ട് പോവുള്ളൂ. എടാ ഞാൻ പോണേണ്, വൈകിട്ടൊരു പരിപാടി ഉണ്ട്. സുധി നീ വരുന്നുണ്ടാ? ഞാൻ വരുവാ. ഓക്കേടാ. അവന് പ്രാന്താന്ന്. ബാലു, ആകെ നാണക്കേടായല്ലേ. വാല് മുറിഞ്ഞന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അത് ശരിക്കും സംഭവിച്ചു. നമുക്ക് ശരിയാക്കാടാ. ഞാൻ ശശി അമ്മാവനോട് കാര്യം പറയാം. അമ്മാവൻ കുമ്പാരെടുത്ത് പറയും. പിന്നെ ഒരു കാര്യം, ഞാൻ വരില്ല. സാധനം മേടിക്കണമെങ്കിൽ നീ തന്നെ പോകേണ്ടി വരും. നീ പോവോ? കന്യാകുമാരി എക്സ്പ്രസ് 6:30. ടൈം ഈസ് വെരി ഓവർ. ഞാൻ കുമ്പാരിനെ കാണാൻ വന്നതാ. കൊട്ടേഷൻ എന്താണ്? കൊല്ലാനാണാ അതാ കയ്യങ്കാലും വെട്ടാനാണോ? അതല്ല. പിന്നെ എന്താടാ പോർക്കെ? എനിക്കൊരു പൊതി വേണം. നീ ഇതിനു മുമ്പ് വലിച്ചിട്ടുണ്ടാ? പറയടാ, എന്താണ്ടാ?
വലിച്ചെടുത്തടാ പ്ലാൻ? ആരെങ്കിലും പണിയാനാണോ? അല്ല, പിന്നെന്തിനാ കവിത എഴുതാനാ? നീ കാര്യം പറയടാ പോർക്കെ. എനിക്കൊരു പെണ്ണിനെ ഇഷ്ടം. അവളോട് എനിക്ക് ഇഷ്ടമാന്ന് പറയാനാ. എന്താണ് ഇരിക്കാൻ? ഇവിടെ വല്ല മിമിക്രി നടക്കണ്ട. അവിടെ ഇരിക്കടാ. ആരാണ്ട ഇവൻ? എന്റെ പൊന്നു കുമ്പാരി, ഈ നിക്കണ പന്നില്ലേ, ഇവനൊരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടാന്ന്. അവളോട് ഇഷ്ടമാണെന്ന് പറയാൻ ഇവര് ബൂസ്റ്റ് അടിക്കണമെന്ന്. ഒരു പെണ്ണോട് ഇഷ്ടമാണെന്ന് പറയാൻ ധൈര്യമില്ലാത്ത ഈ നാരിനെ ഏത് പെണ്ണ് പ്രേമിക്കാനാണ്? ആരാണ്ടാ നിന്നെ കാട്ടുവിട്ടത്? പ്രകാശന്റെ അമ്മാവൻ ഗുണ്ടാശശി ചേട്ടൻ പറഞ്ഞിട്ടാ. ബാലു, ഞാനാ ബാലു, പ്രകാശന്റെ കൂട്ടുകാരൻ ബാലു. പ്രകാശനാ? അതെ, അത് പോർക്കാടാ. ആ പെണ്ണുമുള്ളയുടെ മുമ്പിൽ നിന്ന് വരച്ച പോലെ കുമ്പാരിയുടെ മുമ്പിൽ നിന്ന് വരക്കരുത്. എന്താടാ ഞാൻ പേടിച്ചു വരക്കണം അല്ലാട്ടോ കുമ്പാരി. എനിക്ക് വിറവലിന്റെ അസുഖം നേരത്തെ ഉള്ളതാ. ഇവനിപ്പോ മൂത്രമൊഴിക്കണ. ഇവൻ ചിരിപ്പിച്ച് കൊല്ലും. അയ്യോ, നോക്കിയും പോടാ. എന്താണ്ടാ? പറഞ്ഞു കേട്ടതുപോലെ അല്ലാട്ടോ കുമ്പാരി, നിങ്ങൾ വലിയൊരു മനുഷ്യനാ. ദേ കുമ്പാരിക്ക് വാരിത്തരിക്കണ്. ഇതാരും മോളിത്താത്തിയ, നമ്മളെക്കാലം മുമ്പ് നിങ്ങളെ പൊക്കിയ. നിക്കണോടെ, ഓടരുത്. നിക്കാനാ പറഞ്ഞത്. എനിക്ക് കൊളസ്ട്രോൾ ഉള്ളത്, എന്നെ ഓടിക്കരുത്. വിടില്ലടാ നിന്നെ. പ്രകാശം, ബാലു, നല്ലവനെ. വിട്ടെടുത്തവനെ. അയ്യോ, വേണ്ട. അമ്മേ. ആ വന്നോ? നെഞ്ചിലെ വേദന തുടങ്ങിയിട്ട് മാസം 3-4 ഡോക്ടറെ കാണിക്കാൻ നുള്ളിപ്പറക്കി വെച്ചിരുന്നതാ. 500 രൂപ. അത് നീ കൊണ്ടുപോയല്ലേ? എന്താടാ? ഒന്നുമില്ല. എന്താടാ ബാലു? ഒന്നുമില്ല അമ്മ. എന്താടാ? ഒന്നുമില്ല അമ്മ.